നമസ്കാരം. ലോകത്തെ നടുക്കുന്ന മോഷണമാണ് ഫ്രാൻസിലെ ലൂവർ മ്യൂസിയത്തിൽ ഉണ്ടായത്. വിലമതിക്കാൻ കഴിയാത്ത അമൂല്യ ആഭരണങ്ങളാണ് മോഷ്ടാക്കൾ സമൃദ്ധമായി കൈക്കലാക്കിയത്. ഇതിനായി ഹോളിവുഡ് സിനിമകളിലെ രംഗങ്ങളെ പോലും വെല്ലുന്ന പ്ലാനിംഗ് ആണ് നടത്തിയത്. ഇത് നടപ്പിലാക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ്. ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ ബോണപാർട്ടിന്റെയും ചക്രവർത്തിനിയുടെയും അമൂല്യ ആഭരണ ശേഖരത്തിൽ നിന്നുള്ള 9 വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇത് വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. മോഷണത്തിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മോഷ്ടാക്കളിൽ ഒരാൾ വിലമതിക്കാനാവാത്ത വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ചില്ലുകൂട് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മ്യൂസിയത്തിന്റെ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇത് മുതലാക്കിയാണ് മോഷണ സംഘം മ്യൂസിയത്തിനുള്ളിലേക്ക് കടന്നത്. ഇവിടെ നിന്ന് ബാസ്ക്കറ്റ് ലിഫ്റ്റ് ഉപയോഗിച്ച് 3-4 മോഷ്ടാക്കൾ ഗ്യാലറിയിലെത്തിയാണ് കൃത്യം നിർവഹിച്ചത്. മോഷണത്തിന് പിന്നാലെ ഇതേ വഴി പുറത്തെത്തി മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടുകയും ചെയ്തു. മോഷണം നടന്നതിനെ തുടർന്ന് മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ്. മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. സഞ്ചാരികളുടെ മാത്രമല്ല കവർച്ചക്കാരുടെയും പ്രിയ മ്യൂസിയമാണ് പാരീസിലെ ലൂവർ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ മാസ്റ്റർ പീസ് സൃഷ്ടിയായ മൊണാലിസയെ മോഷ്ടിച്ചതുൾപ്പെടെ പല കവർച്ചകളുടെയും വലിയ ചരിത്രമുള്ള മ്യൂസിയം കൂടിയാണിത്. 1911 മ്യൂസിയം ജീവനക്കാരിൽ ഒരാളാണ് മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന് ആ ലോക പ്രശസ്ത പെയിന്റിംഗ് കൈക്കലാക്കി പുറത്തു കടത്തിയത്. 2 വർഷത്തിന് ശേഷം ഫ്ലോറൻസിൽ നിന്നും മൊണാലിസയെ തിരികെ കിട്ടി. പെയിന്റിംഗ് വിശ്വപ്രസിദ്ധമായത് ഈ മോഷണത്തിന് ശേഷമാണ്. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് പാരീസ് നഗരത്തെ സംരക്ഷിക്കാൻ നിർമ്മിച്ച ഒരു കോട്ടയായിരുന്നു ലൂവർ. പിന്നീട് ഫ്രാൻസ് 1-ാമൻ രാജാവിന്റെ കാലത്ത് ഇത് രാജാക്കന്മാരുടെ കൊട്ടാരമായി രൂപാന്തരപ്പെട്ടു. ലൂയി 14-ാമൻ രാജാവ് വേഴ്സായിലെ കൊട്ടാരത്തിലേക്ക് താമസം മാറിയതോടെ ലൂവർ ഒരു കലാശേഖരണ കേന്ദ്രമായി മാറി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് രാജ്യത്തിന്റെ കലാസൃഷ്ടികൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ വേണ്ടി 1793 ഓഗസ്റ്റ് 10 ലൂവർ ഔദ്യോഗികമായി ഒരു പൊതു മ്യൂസിയമായി തുറന്നു. മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ഗ്രീസ്, റോം എന്നിവിടങ്ങളിലെ പുരാവസ്തുക്കൾ, ചിത്രകലകൾ, ശില്പങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങി പ്രീ ഹിസ്റ്ററി കാലഘട്ടം മുതൽ 21-ാം നൂറ്റാണ്ട് വരെയുള്ള 3,80,000-ത്തിലധികം വസ്തുക്കളുടെ വലിയ ശേഖരം ലൂവർ മ്യൂസിയത്തിലുണ്ട്. ഇതിൽ 35,000-ത്തോളം സൃഷ്ടികൾ പൊതു പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെ ചക്രവർത്തിയായി കിരീടധാരണം ചെയ്ത ശേഷം നെപ്പോളിയൻ ബോണപാർട്ടിന്റെയും അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ജോസഫൈന്റെയും അമൂല്യ ആഭരണ ശേഖരത്തിൽ നിന്നുള്ള 9 വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇവയിൽ മാരി ലൂയിസ് ചക്രവർത്തിനിയുടെ മരതകങ്ങളാൽ നിർമ്മിച്ച ഒരു ആഭരണ സെറ്റാണ്. ചതുരം, പിയർ, ഓവൽ ആകൃതിയിലുള്ള 32 മരതകങ്ങൾ ഉപയോഗിച്ചുള്ള അലങ്കരിച്ച മാലയും കമ്മലുകളാണ് ഇവയിലുള്ളത്. അവയിൽ ഓരോന്നും വജ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് 1852 മുതൽ 1870 വരെ ഫ്രാൻസ് ഭരിച്ചിരുന്ന നെപ്പോളിയൻ 3-ാമന്റെ ഭാര്യ യൂജിനി ചക്രവർത്തിനിയുടെ ചരിത്ര പ്രസിദ്ധമായ യൂജിനി കിരീടമാണ്. മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നതിനിടെ ഇത് മ്യൂസിയത്തിന് പുറത്ത് ഉപേക്ഷിച്ചെന്നാണ് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർ ഇത് കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. സ്വർണ്ണത്തിൽ നിർമ്മിച്ച കിരീടത്തിൽ പക്ഷികളുടെ രൂപങ്ങൾ, ഡസൻ കണക്കിന് മരതകങ്ങൾ, എണ്ണമറ്റ വജ്രങ്ങൾ എന്നിവയുണ്ടെന്നാണ് ലൂവറിന്റെ വെബ്സൈറ്റ് പറയുന്നത്. 1980-കൾ മുതൽ ഇത് ലൂവർ മ്യൂസിയത്തിലുണ്ട്. മറ്റൊന്ന് 1800-കളുടെ അവസാനത്തിൽ നിർമ്മിച്ച ഒരു ബ്രൂച്ചാണ്. തൊങ്ങലുകൾ, റിബൺ, രത്നക്കല്ലുകൾ എന്നിവയടങ്ങിയ അമൂല്യമായ ബ്രൂച്ചാണിത്. ക്വീൻ മേരി അമലി, ക്വീൻ ഹോർട്ടൻസ് എന്നിവരുടെ ഇന്ദ്രനീല സെറ്റിലെ ഒരു ടിയാര, മാല, കമ്മൽ എന്നിവയാണ് കവർച്ച ചെയ്യപ്പെട്ട മറ്റു വസ്തുക്കൾ. കവർച്ച ചെയ്യപ്പെട്ട ഈ ആഭരണങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നത് തീർത്തും അസാധ്യമാണ്. കാരണം അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിലമതിക്കാനാവാത്തതാണ്. ഫ്രാൻസിന്റെ രാജവാഴ്ചയുടെയും ചരിത്രത്തിന്റെയും ഭാഗമാണിവ. അധികാരത്തിന്റെയും പദവിയുടെയും ആത്യന്തിക ചിഹ്നങ്ങൾ. മാത്രമല്ല അസാധാരണവും അപൂർവവും വിലയേറിയതുമായ രത്നക്കല്ലുകളുടെ സംയോജനവും അഭൂതപൂർവമായ കരകൗശല വൈദഗ്ധ്യവും രൂപകൽപ്പനയും ഈ ആഭരണങ്ങളുടെ മുഖമുദ്രയാണ്.